നമസ്കാരം. അഘോരവിഷൻ ചാനലിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം. ഇന്ന് അഘോരവിഷൻ ചാനലിലൂടെ നമ്മൾ അവതരിപ്പിക്കാൻ പോകുന്ന വിഷയം ദേവന്മാരുടെ ഗുരുവായ ശുഭഗ്രഹങ്ങളിൽ ഏറ്റവും പ്രധാനിയായ ശുഭത്വം അധികമുള്ള വ്യാഴത്തെ കുറിച്ചാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. വ്യാഴം ഇപ്രാവശ്യം ഈ സാധാരണ ഒരു രാശിചക്രത്തിൽ നിന്നും പോയി തിരിച്ച് വ്യാഴത്തിന് എത്തണമെങ്കിൽ 12 വർഷം സമയമെടുക്കും. ഇപ്രാവശ്യം വ്യാഴം 2 പ്രാവശ്യം രാശി മാറുന്നുണ്ട്. 2 തവണയാണ് രാശി മാറുന്നത്. അപ്പോൾ ഏതേത് രാശിക്കാർക്ക് ഗുണങ്ങളും കുറച്ച് രാശിക്കാർക്ക് കുറച്ച് ദോഷങ്ങളുമായിട്ടാണ് ഈ വ്യാഴത്തിന്റെ രാശിമാരത്തെ നമുക്ക് കാണാൻ കഴിയുന്നത്. ജ്യോതിശാസ്ത്രപ്രകാരം വ്യാഴം മാറുന്നത് അനുകൂല രാശിക്കാർക്കാണെങ്കിൽ നല്ല ശുഭഫലങ്ങളെ പ്രദാനം ചെയ്യാൻ വ്യാഴത്തിന് കഴിയും. പ്രതികൂലമായാൽ വ്യാഴം പ്രതികൂല ഫലങ്ങളും നൽകുന്ന ഗ്രഹമാണ്. അപ്പോൾ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. തുടർന്ന് വരുന്ന ബെല്ലൈക്കൻ ഒന്ന് അമർത്തി കൊടുക്കുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. ഈ ചാനൽ ഇഷ്ടപ്പെടുന്നവർക്ക് ഈ ചാനൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അതുപോലെ ഈ പറയുന്ന രാശിക്കാർക്ക് ഗുണങ്ങളും കുറച്ച് രാശിക്കാർക്ക് ദോഷഫലങ്ങളും ഉണ്ടാവും എന്ന് നമ്മൾ പറയുന്നുണ്ട്. അത് ഞാൻ മാത്രമല്ല, എല്ലാ അസ്ട്രോളജർമാരും പറയുന്നത് തന്നെയാണ്. വ്യാഴത്തിന്റെ മാറ്റം ചില രാശിക്കാർക്ക് ഗുണങ്ങളും ചില രാശിക്കാർക്ക് ദോഷങ്ങളൊക്കെ ഉണ്ടാക്കാറുണ്ട്. പക്ഷെ ഈ പറഞ്ഞ ഗുണങ്ങളൊന്നും നമുക്ക് ലഭിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു അസ്ട്രോളജറെ കൺസൾട്ട് ചെയ്യേണ്ടതാണ്. അപ്പോൾ നമ്മൾ അവരെ കൺസൾട്ട് ചെയ്ത് നിങ്ങളുടെ ഗ്രഹനില അദ്ദേഹത്തെ കാണിച്ച് അദ്ദേഹം പറയുന്ന രീതിയിലുള്ള പരിഹാരങ്ങളൊക്കെ ചെയ്തു പോയാൽ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനെ സംഭവിക്കുന്നത്? നിങ്ങൾക്ക് മാത്രം ഗുണം വരാതെ വരിക. കാരണം ഗ്രഹങ്ങൾ രാശി മാറുമ്പോൾ സ്വാഭാവികമായിട്ടും ഗുണമായാലും ദോഷമായാലും നമുക്ക് സംഭവിക്കാറുണ്ട്. ചില സമയങ്ങളിൽ രാശി മാറുമ്പോൾ പെട്ടെന്ന് നമ്മൾ ആകെ ഡൗൺ ആയിരിക്കുന്ന നമ്മൾ പെട്ടെന്ന് കാണാൻ നമുക്ക് ജോലിയൊക്കെ ലഭിക്കുന്നു, അല്ലെങ്കിൽ ബിസിനസ് ആയിക്കോട്ടെ പെട്ടെന്ന് ആ ബിസിനസ് ഉയർച്ചയിലേക്ക് വരുന്നു. അങ്ങനെ ഈ നമ്മൾ എന്ത് ചെയ്യുന്നോ, കൃഷി ചെയ്യുന്ന ആളായി പോലും ആ കൃഷിയിലൊക്കെ ലാഭകരമായ ഒരു മുന്നേറ്റമാണ് നമുക്ക് കാണാൻ കഴിയുക. അങ്ങനെ പഠിക്കുന്ന പിള്ളേരായിക്കോട്ടെ അവർക്കും ജീവിതത്തിൽ പഠിക്കാനും അതുപോലെ പഠിച്ചതൊക്കെ ഓർമ്മയിൽ വരാനും അതുപോലെ തന്നെ നല്ല നല്ല അവസരങ്ങൾ തേടി പോകാനും പഠനത്തിലേക്ക് തേടി പോകാനും വിദേശത്തൊക്കെ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക്, വിദേശം എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ നമ്മൾ നിൽക്കുന്ന ജ്യോതിഷം കാണുന്നത് ഒരു പരിധി വരെയാണ്. അപ്പോൾ പറഞ്ഞു വന്നത്, നമ്മള് ഈ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ പഠനത്തിൽ മുന്നേറാനും വിദേശത്തൊക്കെ പഠിക്കുന്നത്, വിദേശം എന്ന് ഉദ്ദേശിക്കുന്ന ജ്യോതിഷത്തിന്റെ പരിധി വെച്ചിട്ട് നമ്മൾ നിൽക്കുന്ന സ്റ്റേറ്റ് വിട്ടിട്ടൊക്കെ ഒരു വിദേശമായിട്ട് കാണുന്നു. അതായത് നമ്മളിപ്പോ കേരളത്തിലാണ് നിൽക്കുന്നതെങ്കിൽ നമ്മൾ പഠിക്കാൻ നമുക്ക് ബോംബെയിലോ അതുപോലെ തന്നെ നമ്മുടെ ബാംഗ്ലൂരോ അങ്ങനെ നമ്മളെല്ലാം പുറംനാട് എന്നല്ല, നമ്മുടെ ഇന്ത്യക്കകത്തും വിദേശമായിട്ട് നമുക്ക് മാറി താമസിച്ച് പഠിക്കാനുള്ള അവസരങ്ങൾ വരും. അപ്പൊ അതിനെ എല്ലാത്തിനും വിദേശത്ത് എന്ന് ഉദ്ദേശിച്ച് നമ്മൾ ഗൾഫ് നാടുകളോ അല്ലെങ്കിൽ യൂറോപ്പ് കൺട്രികളോ ഒന്നും മാത്രമല്ല ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ഇന്ത്യക്കകത്ത് തന്നെ പഠിക്കാനുള്ള അവസരങ്ങൾ, പല നാടുകളിൽ പോയി പഠിക്കാനുള്ള അവസരങ്ങളൊക്കെ ഉണ്ടാവും. അതുപോലെ തന്നെയാണ് യൂറോപ്പ് കൺട്രികളിലൊക്കെ പഠിക്കാനുള്ള അവസരങ്ങളൊക്കെ ഈ സമയത്ത് ഈ കൂട്ടർക്ക് ലഭിക്കാൻ സാധ്യതയുണ്ട്. അതേപോലെ തന്നെ ഈ വിവാഹമോചനമൊക്കെ ആയി നിൽക്കുന്ന, വിവാഹമോചനം എത്തി നിൽക്കുന്ന ആൾക്കാർക്ക് ആ വിവാഹമോചനത്തിന്റെ ആ രൂക്ഷമായ അവസ്ഥയിൽ നിന്ന് മാറി ഇവർ തമ്മിൽ ഒരുമിച്ച് ജീവിക്കാനുള്ള ഒരു അവസരം ഒത്തുകിട്ടുന്ന ഒരു സമയം കൂടി ആയിരിക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്, അത് മാത്രമല്ല നമ്മൾക്ക് ഇപ്പോ വിവാഹമൊക്കെ മുടങ്ങിക്കിടക്കുന്ന ആൾക്കാരുണ്ടാവും. ഒരുപാട് സ്ത്രീ പുരുഷന്മാരൊക്കെ ഒരുപാട് കല്യാണം അന്വേഷിച്ചിട്ട് അത് വരും മുടങ്ങും. അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ അത് ലഭിക്കാൻ, ആ ഒരു കല്യാണം നടന്നു കിട്ടാന് ഒരുപാട് വർഷങ്ങളായിട്ട് സ്ത്രീകളൊക്കെ വിവാഹം നടക്കാതെ പല കാരണത്താലും വിവാഹം മുടങ്ങി പോവുക. എന്തൊന്നല്ലാത്ത കാരണത്താല്, പ്രത്യേകിച്ചൊരു കാരണം ഉണ്ടാവില്ല, പക്ഷെ വിവാഹം മുടങ്ങും. അപ്പോൾ പല കാരണത്തിലും മുടങ്ങി പോകുന്ന ആൾക്കാർക്കൊക്കെ ആ വിവാഹം ഒത്തുകിട്ടാന്, അത് ഒത്തുവന്ന് നല്ലൊരു ബന്ധം വന്ന് ചേരാനും അത് നല്ല രീതിയിൽ വിവാഹം കഴിച്ച് നല്ലൊരു ജീവിതം കിട്ടാനും പറ്റിയ ഒരു സമയം കൂടിയാണ് ഈ വ്യാഴത്തിന്റെ രാശിമാറ്റത്തിലൂടെ സംഭവിക്കാൻ പോകുന്നത്. ഇത് എല്ലാവരിലും ഒരേ ഫലമല്ല നൽകുക, പലർക്കും പലതായിരിക്കും.
സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന ആൾക്കാർക്ക് ആ ഒരു സാമ്പത്തിക ബുദ്ധിമുട്ട് ആ ഞെരുക്കത്തിൽ നിന്നും ഒരു സമാധാനം കിട്ടും എന്നുള്ളതാണ്. വ്യാഴം മാറുമ്പോൾ അനുകൂല അവസ്ഥയിലാണ് വ്യാഴം വരുന്നതെങ്കിൽ അവർക്ക് ആ ഒരു സമാധാനം ജീവിതത്തിൽ ഉണ്ടാവും. ഒരു സ്വസ്ഥയും സമാധാനം കിട്ടും. ഇനി സാമ്പത്തികം ഉണ്ട്, നല്ല സാമ്പത്തിക ശേഷി ഉള്ള ആൾക്കാരാണെങ്കിൽ പോലും ചിലപ്പോൾ മനസ്സമാധാനം ഉണ്ടാവില്ല അവർക്ക്. ജീവിതത്തിൽ എന്തെന്നല്ലാത്ത ദുഃഖങ്ങൾ അവരെങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കും. അവർക്ക് ഒരാളോട് പറഞ്ഞറിയിക്കാൻ വയ്യ. എല്ലാവർക്കും ഉണ്ട്, പക്ഷെ എന്തൊക്കെയോ കുറവുള്ള പോലെ അവർക്ക് തോന്നും. ആ ഒരു മാനസിക പിരിമുറുക്കത്തിൽ നിന്ന് ഒരു സമാധാനം കിട്ടും, റിലാക്സ് ആവും ഒന്ന്. മനസ്സിന് സമാധാനം കിട്ടി നല്ലൊരു സുഖമായി തോന്നുന്ന അവസ്ഥ അവർക്ക് ഉണ്ടാവും. അതുപോലെ സാമ്പത്തികമായി ഞെരുങ്ങുന്നവർക്ക് ഒരു സമാധാനം കിട്ടുമെന്ന് പറഞ്ഞു. അങ്ങനെ സമസ്ത മേഖലകളിലും നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ വഴികളിലും നമുക്ക് നല്ലത് വരാൻ പോകുന്ന സമയമാണ് ഈ രാശിക്കാർക്ക്. എന്നാൽ എല്ലാ രാശിക്കാർക്കും അങ്ങനെ സംഭവിക്കണം എന്നില്ല എന്നുള്ളതാണ്. അവർക്കും ചില പ്രശ്നങ്ങൾ രൂക്ഷമാവുന്ന ആൾക്കാരുണ്ട്. ഇപ്പൊ നല്ല രീതിയിൽ പോകുന്ന ആൾക്കാർ ചിലപ്പോൾ പെട്ടെന്നാവാം അവരുടെ ബിസിനസ് ഡല്ലാവുക. ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഇപ്പൊ സർക്കാർ തലത്തിൽ ജോലി ചെയ്യുന്നവർക്കൊക്കെ പെട്ടെന്ന് ആ ജോലി ഒരു സമാധാനക്കേട് ഉണ്ടാവുക. കാരണം നല്ല രീതിയിൽ ജോലി ചെയ്ത് ആ സഹപ്രവർത്തകരൊക്കെയായിട്ട് നല്ല രീതിയിൽ പോകുന്ന ആൾക്കാർ പെട്ടെന്ന് അവരുമായിട്ട് ഇതിന്റെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവുക, അത് നിമിത്തം നമുക്ക് ഒരു മനസ്സമാധാനം നഷ്ടപ്പെടുക എന്നുള്ള അവസ്ഥ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. എന്നാൽ അനുകൂലമാകുന്നവർക്ക് ഇപ്പോ സഹപ്രവർത്തകരുമായിട്ട് നല്ല സുഖത്തിലല്ലാത്തവർക്ക് ആ ഒരു പ്രശ്നം തീർന്നിട്ട് നല്ല രീതിയിൽ ജോലിയിൽ മുന്നോട്ട് പോകാനും ഒക്കെ അവസരങ്ങൾ വരും. ഈ വ്യാഴത്തിന്റെ മാറ്റത്തെ കൊണ്ട് നമ്മുടെ 12 രാശിക്കാർക്കും നേരിട്ട് ബാധിക്കുന്ന ഒരു അവസ്ഥ തന്നെ ഉണ്ടാവും. കാരണം പലതരത്തിലും അവരെ നേരിട്ട് ബാധിക്കും എന്നുള്ളതാണ്. ഞാനടക്കമുള്ള എല്ലാ ആൾക്കാർക്കും ഈ നേരിട്ടിട്ട് വ്യാഴത്തിന്റെ മാറ്റം ബാധിക്കാൻ സാധ്യതയുള്ള ഒരു രീതിയിലേക്കാണ് വ്യാഴം മാറാൻ പോകുന്നത്. വ്യാഴത്തിന് ഒരു രാശിചക്രം മാറാൻ ഏകദേശം 1 വർഷം എടുക്കും. തിരികെ ആ രാശിയിലേക്ക് വരാൻ 12 വർഷം എടുക്കും എന്നുള്ളതാണ്. പക്ഷേ 2025 ദേവന്മാരുടെ ഗുരുവായ ബൃഹസ്പതി വ്യാഴം ഒരു വലിയ നീക്കം നടത്താൻ പോവുകയാണ്. അങ്ങനെയായി വ്യാഴത്തിന് ഒരു രാശിയിൽ ഏകദേശം 1 വർഷം എടുക്കും, 1 വർഷം നിലനിൽക്കും. പക്ഷെ ഇത്തവണ 2 തവണയാണ് രാശി മാറുന്നത്. ഈ മാറ്റം കന്നി രാശിക്കാർക്ക് വളരെയധികം ഗുണം ചെയ്യുമെന്നാണ്. കാരണം കന്നി രാശിക്കാർക്ക് ദീർഘകാലമായിട്ട് തുടങ്ങിക്കിടക്കുന്ന പല പ്രവർത്തികളും പുനഃസ്ഥാപിക്കാൻ ഈ ഒരു മാറ്റത്തിലൂടെ കഴിയും. മാത്രമല്ല, ഇവർ നേരിട്ട് ചെയ്യുന്ന ബിസിനസ്സുകളൊക്കെ പരാജയത്തിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ പോയവർ എല്ലാവർക്കും ഒരേപോലെ അല്ല, അവർക്ക് ആ ബിസിനസ് തിരിച്ചു പിടിക്കാനുള്ള അവസരം കൂടിയാണ് ഈ വ്യാഴം മാറുന്നതോട് കൂടിയിട്ട് സംഭവിക്കാൻ പോകുന്നത്. പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും അങ്ങനെ തന്നെയാണ്. പഠനം മുടങ്ങിക്കിടക്കുന്നവർക്ക് ആ പഠനം പുനഃസ്ഥാപിക്കാനും ഒക്കെ കഴിയുന്ന സമയം കൂടിയാണ്. കുടുംബത്തിൽ നല്ല അന്തരീക്ഷവും നല്ല ഐക്യവും ഉണ്ടാവാൻ കൂടി പറ്റിയ ഒരു സമയമാണ് ഈ വ്യാഴത്തിന്റെ മാറ്റം എന്നും മനസ്സിലാക്കാം. അതുപോലെ തന്നെ ജോലിയിലൊക്കെ സ്ഥാനക്കയറ്റം കിട്ടാനും ജോലിയിൽ ശമ്പള വർധനവിനും കൂടിയ സമയം കൂടിയാണ് ഈ വ്യാഴത്തിന്റെ മാറ്റം കന്നിരാശിക്കാർക്ക് പ്രയോജനപ്പെടാൻ പോകുന്നത്. അതുപോലെ തന്നെ മേടൻ രാശിക്കാർക്കും ഈ സമയത്ത് വിജയസാധ്യത കൂടുതലാണ്. കാരണം ഇവര് പല ആഗ്രഹങ്ങളും മനസ്സിൽ വെച്ച് നടക്കുന്നുണ്ടെങ്കിൽ അത് വിജയിക്കാനുള്ള ഒരു സമയമാണ് ഈ വ്യാഴത്തിന്റെ മാറ്റം ഇവർക്ക് അനുകൂലമായി വരുന്നത്. കാറൊക്കെ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ആ കാറ് ലഭിക്കാനും അത് വാങ്ങിക്കാനുള്ള അവസരം ഉണ്ടാവും. അതുപോലെ തന്നെ സ്ഥലം വാങ്ങിക്കാനും വീട് പണി തുടങ്ങുന്നവർക്കും അത് പൂർത്തീകരിക്കാണ്ട് കിടക്കുന്നവർക്കും അത് പൂർത്തീകരിക്കാനും തുടങ്ങാനും ഉള്ള അവസരം കൂടിയാണ് മേടൻ രാശിക്കാർക്കും ഈ വ്യാഴമാറ്റം കൊണ്ട് അനുകൂലമാവുന്നത്. അതുപോലെ തന്നെ അടുത്ത രാശിക്കാര് ധനുരാശിക്കാരാണ്. ധനുരാശിക്കാർക്ക് ബിസിനസ്സിലൊക്കെ നല്ല പുരോഗതി ഉണ്ടാവും. അവരുടെ കരിയറിലും ജോലിയിലും എല്ലാം നല്ല വെച്ചടി കയറ്റമായിരിക്കും. ഭാഗ്യം ഇവരോടൊപ്പം കൂടെ തന്നെയുണ്ട്. കാരണം ഇവരോട് കൂടെയാണ് ഭാഗ്യമുള്ളത് എന്ന് തീർച്ചയായിട്ടും പറയാം. ധനുരാശിക്കാരെ സംബന്ധിച്ച് ഈ വ്യാഴമാറ്റം ഏറ്റവും ശുഭകരം തന്നെയാണ്. വ്യാഴമാറ്റത്തോട് കൂടിയിട്ട് ഇവർക്ക് മുടങ്ങിക്കിടക്കുന്ന പല പ്രവൃത്തികളും നടത്താനും ബിസിനസ്സിൽ ഏറ്റവും പുരോഗതി കിട്ടും ബിസിനസ് ചെയ്യുന്നവർക്ക്, ഈ ധനുരാശിക്കാർക്ക്. അതുപോലെ തന്നെ ഭാഗ്യം ഇവരെ തുടരെ പിന്തുടർന്നുകൊണ്ടേയിരിക്കും. കാരണം വ്യാഴത്തിന്റെ മാറ്റം ഇവർക്ക് ഏറ്റവും അനുകൂലമാണ്. ഏതായാലും ഈ ഒരു രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞു. അതുപോലെ തന്നെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത നമുക്കൊരു എപ്പിസോഡിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.